എല്ലാവർക്കും സ്വാഗതം. സെന്റ് ഡൊമിനിക്സ് HSS കാഞ്ഞിരപ്പള്ളിയിലെ NSS യൂണിറ്റ് നടത്തുന്ന ഇത്തിൽ കണ്ണികൾ എന്ന ലഹരി വിരുദ്ധ നാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവൻ്റെ ഒരു തരികിടതോ നീയൊക്കെ എന്നാ കാണിക്കുക? ഇതെന്നാ കൂത്താട്ടോ? എടാ ഈ നിൽക്കുന്ന ആളുകളെ മൊത്തം നിങ്ങൾ കണ്ടില്ലേ? ഇവനെല്ലാം നമ്മുടെ പരിപാടി, നിങ്ങൾ നടത്തുന്ന ഈ പരിപാടി കാണാൻ വേണ്ടി ഇരിക്കുക. പക്ഷെ നിങ്ങൾ ഇവിടെ കിടന്ന് എന്നാ കാണിക്കുക? സത്യം പറ, നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത്? എന്റെ രവിയേട്ടാ, നിങ്ങൾ ആ കണ്ടില്ലേ? വെണ്ടയ്ക്ക മുഴുവൻ എഴുതിയിട്ടില്ലേ എന്നെന്താ അവിടെ നടക്കാൻ പോകുന്നതെന്ന്? എന്റെ രവിയേട്ടാ, ഈ നാടായ നാട് മുഴുവൻ ഈ മൈക്ക് വെച്ച് വിളിച്ചു പറയുന്നു താൻ കേൾക്കുന്നില്ല. രാവിലെ പത്രം ഇടാൻ വന്നപ്പോ ഞാൻ തന്നെയല്ലേ ഒരു നോട്ടീസ് മടക്കി കൈ തന്നെ. ആ ഉണ്ട കണ്ണുകൊണ്ടൊന്ന് വായിച്ചു നോക്കൂടെ? ഓ പിന്നെ അവൻ കൂടെ ഡയലോഗ് പറഞ്ഞു. ഓ എനിക്ക് മനസ്സിലായില്ല ഇവിടെ എന്നാ നടക്കാൻ പോകുന്നെന്ന്. അടുത്ത ഡയലോഗ് പറഞ്ഞു. ഈ എന്നെ പറയുന്നേ? എന്റെ മാലോകരെ, നിങ്ങൾക്കറിയില്ലേ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്? എന്നാ പറ, എന്നാ നടക്കാൻ പോകുന്നേ? സ്വീകരണമല്ലേടാ, നിനക്ക് തന്നെ അറിയത്തില്ല ഇവിടെ എന്നാ നടക്കാൻ പോകുന്നതെന്ന്. എടാ പറയടാ, എന്താ നടക്കാൻ പോകുന്നേ? പറ. കേളപ്പേട്ടന്റെ മകൻ ഗോവിന്ദൻകുട്ടിക്ക് നമ്മൾ നടത്തുന്ന സ്വീകരണം. മാനവര്, പ്രിയപ്പെട്ട നാട്ടുകാരെ, മലരടിക്കാടികൾ തിങ്ങിവിങ്ങിയ മരതകാണ്ടിയിൽ മുങ്ങിയ നമ്മുടെ മലയോര ഗ്രാമത്തിന്റെ ആഹ്ലാദ കുഞ്ചിതവും അഭിമാന പുളികിതവുമായ നമ്മുടെ നേരത്തെ ഇത്ര നേരം നീ പറഞ്ഞപ്പോഴേ മനസ്സിലായി നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ലെന്ന്. എൻ്റെ സെയിം അവസ്ഥയാണ് നിൻ്റേത്. ആ ഇനി നീ വേണ്ടിയാ ഇപ്പോഴേ പറഞ്ഞേക്കോ, സിറഞ്ച് കുത്തി വയ്ക്കും. ഉറപ്പുള്ള കാര്യമാണേ. എടോ, താനിത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? തനിക്ക് സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചു. എന്താ പിടിച്ചോ? മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നിർത്തണം. മലയാളത്തിൽ 4 വാക്ക് പറയാൻ അറിയത്തില്ലാത്തവനാ ഇനി ഇംഗ്ലീഷ് കുറേ അങ്ങ് പറയാൻ പോകുന്നത്. ഒന്ന് വെച്ചിട്ട് പോടാ. നമ്മുടെ പരിപാടി ഈ സ്വീകരണവും പടക്കവും മാത്രം മതി. എന്തെങ്കിലും കളറായിട്ടുള്ള പരിപാടി എന്തെങ്കിലും വേണ്ട? എടാ ഇപ്പോഴാണോ നീ ഇതൊക്കെ ആലോചിക്കുന്നത്? ഈ ഇരിക്കുന്ന നാട്ടുകാർ മൊത്തം ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഇപ്പൊ ചിന്തിക്കും ഇനി എന്നെ ഇവിടെ നടത്താൻ പോകുന്നതെന്ന്. നിന്റെയൊക്കെ തലയ്ക്ക് ഓടമാണോടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യമായിട്ടും. നമുക്ക് നാടൻ പാട്ടം കേൾച്ചാലോ? നാടൻ പാട്ട്? എടാ ഞാൻ ഈ പറഞ്ഞ നീ തന്നെ അല്ലേ കേട്ടത്? നിനക്കിനെ ചെവിക്കുമല്ലോ കുഴപ്പമുണ്ടോ? എടാ ഈ ഇരിക്കുന്നവരെ മൊത്തം നിങ്ങൾ കണ്ടോ? ഈ നിൽക്കുന്നവരെ മൊത്തം കണ്ടോ? ഇവിടെ മുന്നിൽ ഇരുന്ന് ഇപ്പം നീ നാടൻ പാട്ട് ആലോചിക്കാൻ പോവാണോ? പെട്ടെന്ന് പരിപാടി നടത്താൻ നോക്ക്. ആരും പേടിക്കണ്ട. ഈ സംഘടനയിലുണ്ട്. ഇതാരെ? തങ്ങണനോ? മോനെ ഹരിക്കട്ട, ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റിയ നല്ല സ്വയംഭനായിട്ട് ഈ തങ്ങൻ തരൂല്ലേ? നീ കേറി വായന തങ്ങണ്ണ. ഈ കലാകാരൊന്ന് വഴി തരണേ. ലേഡീസ് ഒന്ന് സഹകരിക്കണേ. തങ്ങണ്ണനെ കുറച്ച് വഴി കൊടുത്തേ. പറഞ്ഞു കൊടുക്കണേ. തങ്ങണ്ണനൊന്നും പതിവില്ല, നല്ല ഫോമിലാണ്. ദേ തങ്കച്ചനൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറ, ഇവിടെ എന്നാ പരിപാടി? ഒന്ന് വെച്ചോട്ടെ. എടാ പരിപാടി എന്താന്ന് വെച്ചാല് നിങ്ങളുടെ തങ്കച്ചൻ, നിങ്ങളുടെ സ്വന്തം തങ്കച്ചൻ സ്വന്തം കൈപ്പണം കൊണ്ട് എഴുതി രചിച്ച നല്ല അത്യുഗ്രം പാട്ട് ഞാൻ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത ആ ഒരു പൊളപ്പഞ്ച് ഡാൻസ് പൊളിയായിരിക്കും. എന്നാ കീച്ചല്ലേ മ്യൂസിക്. അല്ല തങ്ങണ്ണ, ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വല്ല കോപ്പി അടിയാണോ? കോപ്പി അടിക്കലേ? ഈ തങ്ങൻ
എന്റെ പൊന്ന് തങ്കച്ച, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോടാ അവസ്ഥ. എടാ 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 നിന്നെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. അല്ലല്ലേ മലയാളികൾ ഇങ്ങനെയാ. കലയോ കലാകാരനെ ഒരിക്കലും അംഗീകരിക്കുകയല്ല. എടാ കലാകാരന്മാരെ അംഗീകരിക്കണം. ആദ്യം നീ ഒരു കലാകാരനാവണം. ഒരു കലാകാരനെ ആവണമെങ്കിലേ മിനിമം ഒരു സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതൊന്നും നിനക്കില്ല. ഓ ഓ ഓ, സമ്മതിച്ചു. ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. താനൊന്നും ഇവിടുന്ന് പോയി തരാം. പിണങ്ങാതെ കാര്യമായിട്ട് എടുക്കണാവേ, കാര്യമായിട്ട് എടുക്കണ്ട. തങ്കച്ചായ അന്നത്തെ മനസ്സ് പലപ്രയാസം കൊണ്ട് പറഞ്ഞതല്ലേ. എടാ ആദ്യത്തെ പരിപാടി ചെറുതായിട്ട് കയ്യിൽ പോയത് നിങ്ങൾ പറയുന്നു. ഒരവസരം കൊടുത്താ നല്ല അടിപൊളി ഡാൻസാണ് ഇനിയും വരാനുണ്ട്. രവിയെ ഒന്നുമില്ല, നമ്മൾ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ ഒരു ബെഞ്ച് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരവസരം നിന്റെ ഈ തന്നിന് തന്നൂടെ? എടാ എടാ പിള്ളേരെ, അത് എടാ കൊറോണ വന്നു, ഒമിക്രോൺ വന്നു, അതെല്ലാം നമ്മൾ സഹിച്ചില്ലേ. ഇനി വലിയ ഡാൻസും കൂടെ അങ്ങ് സഹിച്ചേക്കാം. അല്ലടാ പിള്ളേരെ? പിന്നെ ചക്കര എന്നിട്ട് അങ്ങനെ ഒരു പാട്ട് വെച്ച് കൊടുക്കുക. ആ കൊടുക്ക് കൊടുക്ക്. മ്യൂസിക്. ദേവദൂതൻ പാടി സ്നേഹദൂതൻ പാടി തീയൊളിവിൽ പൂക്കൾ ചൂടിയാടും നിലാവിങ്കരൽ. ദേവദൂതൻ പാടി സ്നേഹദൂതൻ പാടി തീയൊളിവിൽ പൂക്കൾ ചൂടിയാടും നിലാവിങ്കരൽ. പിടിച്ചോ പിടിച്ചോ, അവനെ കൊണ്ടുപോകും. എന്താ രവീണ ഒരു ഒച്ച? വല്ല ജീവിയുടെ കരയുന്നതാണോ? എടാ ചീവിയിടൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഏതോ ചാവാലിപ്പട്ടി ഓലയിടുന്നതാണ്. ചാവാലിപ്പെട്ടില്ല അമ്മാവൻ. നിനക്കെന്താ ഇത്ര സങ്കടം? ഞാനൊരു ഡോക്ടറാകേണ്ടതല്ലായിരുന്നു. ഇതൊരു സ്വീകരണം എനിക്കും കിട്ടേണ്ടതല്ലായിരുന്നു. നിനക്കൊക്കെ ആയ പോരായിരുന്നു. ആരൊക്കെ പറഞ്ഞു വേണ്ടെന്ന്? എനിക്ക് പത്രാസില്ലേ, പഠിപ്പില്ലേ? അത് മാത്രം മതിയോ മോനെ? വിവരമില്ലല്ലോ. എനിക്ക് രക്തം കണ്ടാ പേടിയാ, സിറിഞ്ച് കണ്ടാ പേടിയാ. നിന്നെ കണ്ട രോഗിക്കും പേടിയാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രൻ അഭിമാനം ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്വീകരണ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. സംഘാടകരും നാട്ടുകാരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമ്മുടെ കേളപ്പേട്ടൻ എന്തേ? രാവിലെ ഇങ്ങ് എത്തിയേക്കാന്ന് പറഞ്ഞാണല്ലോ. നമ്മുടെ കേളപ്പേട്ടനല്ലേ എവിടെയും പതുങ്ങിയിരുന്നു കാണും. കേളപ്പേട്ടാ, കേളപ്പേട്ടാ. എൻ്റെ മക്കളെ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. എനിക്കതാ ശീലം. ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. നിങ്ങളിങ്ങനെ തമാശ കളിക്കാതെ ഈ സ്റ്റേജിലോട്ട് തരുന്നേ. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനം തന്നെയാ. ഒരു കൂലിപ്പണി ചെയ്ത് സ്വന്തം മോനെ പഠിപ്പിച്ച് വളർത്തി ഒരു ഡോക്ടറാക്കിയില്ലേ? നിങ്ങൾ ഈ നാടിന്റെ അഭിമാനം തന്നെയാ. കേളപ്പേട്ടൻ ഈ നാടിൻ്റെ മാത്രമല്ല, ഇവിടെയുള്ള ഒരു അധ്വാനിക്കുന്ന കർഷക സമൂഹത്തിൻ്റെ മുഴുവൻ അഭിമാനം കൂടെയാണ്. അധ്വാനിക്കുന്ന കർഷക സമൂഹം, നീ മിണ്ടരുത്. തെരുവിലുള്ള തെരുവട്ടിക്ക് പോലും ആത്മാഭിമാനമുണ്ട്. ചെറിലെ പുരുക്കൾക്ക് പോലും ഇവിടെ പരിഗണനയുണ്ട്. എന്നാൽ സമൂഹത്തെ അവഹേളിക്കപ്പെട്ട കർഷകനെ അവർ പരിഹാസ്യമായി ഒരു പദം പറയുന്നു. അധ്വാനിക്കുന്ന കർഷകൻ പോലും ഈ അത് മിണ്ടരുത്. അങ്ങനെ സീരിയസ് ആവാതെ ഞാനൊരു തമാശ പറഞ്ഞില്ല എൻ്റെ കേളപ്പേട്ട. നിങ്ങളിത് വലിയ കാര്യമൊക്കെ എടുക്കാതെ. എന്നോട് ക്ഷമിക്കുമോനെ, അപ്പത്തെ ദേഷ്യത്തിനും വിഷമത്തിനും ഞാൻ അങ്ങ് പറഞ്ഞതാ. മനസ്സിന്നത് കാണാം. ഗോപാലകൃഷ്ണൻ വന്നു. നമ്മുടെ ഗോപാലൻകുട്ടി, ഡോക്ടർ ഗോപാലൻകുട്ടി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്.
എന്തോ സ്വീകരണമാണ് ഇത്? എടാ പൂമാലയും പൊന്നാടയും ഇല്ലാത്ത എന്തോ സ്വീകരണമാണ് ഉള്ളേ. ഇതൊക്കെ എന്തുവാണ് ഇത്? എൻ്റെ ഗോപാലൻകുട്ടി, തനിക്ക് മിനിമം വിവരമില്ല ഒരു സ്വീകരണ വേദിയിലേക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന്. അല്ല, നീ ഏതാ? നിങ്ങളൊക്കെ ഏതാണ്? എനിക്കറിയാൻ വേണ്ട, നീയൊക്കെ ഏത്? ഗോപാലൻകുട്ടി, നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? എൻ്റെ സുഹൃത്തുക്കളാണ് ഞാനും ഷിബിനും ഹരിയും എല്ലാം. നിന്റെ അച്ഛൻ കേളപ്പേട്ടൻ, മനസ്സിലായില്ലേ നിനക്ക്? എടാ, എനിക്ക് പൂമാലയും പൊന്നാടയും ഒന്നും വേണ്ട. എനിക്ക് ഒരു ഡോസ് അല്ലേ വേണ്ട, ഒരു തുള്ളി. എടാ ഹരി, എടാ ഒരു തുള്ളി എനിക്ക് മതിയടാ. എനിക്ക് തലയൊക്കെ പെരുത്ത് കയറുവാടാ സാ. എടാ എന്നെ ചെയ്യുന്ന എൻ്റെ ഞരമ്പൊക്കെ വലിഞ്ഞ് മുറുകുക. എടാ നീയെങ്കിലും എനിക്കൊരു ഡോസ് താടാ. എടാ വേണ്ട, ഒരു തുള്ളി ആരെങ്കിലും. എനിക്ക് തലയൊക്കെ പെരുത്ത് കയറുന്നതാ. മോനെ ഗോപാലൻകുട്ടി, നിനക്ക് എന്താ വേണ്ടേ? അച്ഛനോട് പറ മോനെ. അച്ഛാ, എനിക്കൊരു ഡോസ് മതി. അല്ല വേണ്ട ഒരു തുള്ളി, അല്ല വേണ്ട ഒരു നുള്ള്. എനിക്കത് മാത്രം മതി. എൻ്റെ തലയൊക്കെ പെരുത്ത് കയറുക, എൻ്റെ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുക. എനിക്ക് എന്നെ ചെയ്യേണ്ടെന്നറിയത്തില്ല. ഞാൻ ആകാശത്തിൻ്റെ പറവുകളെ പോലെ പറന്ന് നടന്നായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്ക് ഒരു ഡോസ് താ, ഒരു ഡോസ്. നീ എൻ്റെ മോൻ ഗോപാലൻകുട്ടി ഒന്നും അല്ല. അവൻ ഇങ്ങനെ ചെയ്യത്തില്ല. എനിക്കറിയാം, നീ എൻ്റെ മോൻ ഗോപാലൻകുട്ടി ഒന്നും അല്ല. കേളപ്പേട്ടൻ ഇങ്ങനെ വിഷമിക്കാൻ. അവൻ നമ്മുടെ മോൻ ഗോപാലൻകുട്ടി, അവൻ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി വരില്ല. എനിക്ക് തല പെരുക്കുന്നു. എനിക്ക് ഇപ്പോൾ തന്നെ സാധനം വേണം. ഞാൻ പോവാം. എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പോവാം. ഗോപാലൻകുട്ടി, 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 ഗോപാലൻകുട്ടി. ചേട്ടാ ഒരു പത്രം എടുക്കട്ടെ? വേണ്ടെന്നേ. കഞ്ചാവുമായി 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ചേട്ടാ ഒരു പത്രം എടുക്കട്ടെ? വേണ്ടെന്നേ. ചേട്ടാ എന്നാലും ഒരു പത്രം എടുത്തന്നെ. പത്രമൊക്കെ എടുത്തിട്ട് എന്ത് കാര്യം? പത്രത്തിൽ തുറന്നു നോക്കിയാൽ മുഴുവൻ എന്താ കഞ്ചാവും മയക്കുമരുന്നായിട്ടും പിടിച്ച് ആൾക്കാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഈ പത്രം കൊണ്ടൊരു കാര്യമൊന്നുമില്ല. അതൊക്കെ എന്തിനാ? വാർത്താ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം ലഹരി വഴി യുവത കേരളം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ശ്രീ മഹാലക്ഷ്മി അമ്മയ്ക്ക് സ്വാഗതം. വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമുണ്ട്, വിവേകം ഏറെയുണ്ട്. പക്ഷേ പത്രത്താളുകൾ നിറയും ലഹരി നിറയുന്ന വാർത്തകൾ മാത്രം. മാഡത്തിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഭ്രമത്തിൽ ലയിച്ച യുവത്വം, അതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം, അതുകൊണ്ട് കുറുക്കുവഴികൾ തേടിപ്പോകുന്നവർ, മനസ്സിന് അസ്വസ്ഥമാകുമ്പോൾ ലഹരിക്ക് അടിമപ്പെടാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ അവർ ചിന്തിക്കുന്നില്ല ലഹരിയുടെ ലോകം അപ്രസക്തവും നൈശികവുമാണെന്ന്. ചത്താലും ജനിച്ചാലും മുറ്റത്ത് മാവിൽ കണ്ണിമാങ്ങ പിടിച്ചാലും പട്ടി പെറ്റാലും പാട്ടി എന്നും അടിസ്ഥാനമായിരിക്കുന്നു. പാട്ടി എന്നത് വളരെ അർത്ഥമുള്ള ഒരു വാക്കാണ്. ലഹരിയിൽ മുഴുകുന്ന പാട്ടി. കൊല്ലല്ലേ? എത്രയോ ഉന്മാദകരമായ പദം. കൊല്ലുവതിനേക്കാൾ എത്രയോ ആമോദകരമായ പദം. നിന്നെ അറിയില്ലേ? നീ ഇര, ഞാൻ വേട്ടക്കാരൻ. അതിൽ പരം എന്ത് മേൽവിലാസം? ഇല്ല, ഞാൻ വന്നത് നിന്നെ കൊല്ലാനാണെങ്കിൽ കൊന്നിട്ടേ പോകൂ. ഭ്രാന്താണ്, ലഹരിയുടെ ഭ്രാന്ത്. നീ എന്നെ ലഹരിയുടെ ഭ്രാന്താണ്. ഞാൻ വന്നത് നിന്നെ കൊല്ലാനാണ്. വന്നിട്ടുണ്ടെങ്കിൽ കൊന്നിട്ടേ പോകത്തുള്ളൂ. ഞാൻ കാണി, എല്ലാം കാണുന്നവൻ. ഒന്നോർത്താൽ കാലം തന്നെയാണ്. കേളപ്പെട്ടത് ജീവിതവും സ്വപ്നവും നാം ഏവരും കേട്ടതാണ്. എവിടെ നോക്കിയാലും മദ്യവും ലഹരിയും മാത്രം. സ്കൂൾ കോമ്പൗണ്ടിലും വീടുമുറ്റങ്ങളിലും, എന്തിന് ഓൺലൈനിൽ പോലും.
ആ തങ്കച്ച നല്ല ഫോമിലാണല്ലോ തങ്കച്ച. അല്ലെങ്കിൽ തങ്ങനൊന്നും ഫോമിലല്ല മാഷേ, തങ്ങനാമേ ശക്തി. തങ്കച്ച ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. ഓ പിന്നെ മനപ്പുറത്തുവാ, ഞാനും മാഷിലൊന്ന് കാണാനിരിക്കുവായിരുന്നു. തങ്കച്ച എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ ഒന്നും നടന്നിട്ട് കാര്യമില്ല, കുടുംബമൊക്കെ ഒന്ന് നോക്കണം. ഇങ്ങനെ വെള്ളം അടിച്ച് നടന്നിട്ട് എന്നാ കിട്ടാനാ? അതിന് മാഷിനോട് ആരാ പറഞ്ഞ ഞാൻ കുടുംബം നോക്കുന്നില്ലെന്ന്? ആ നീ കുടുംബം നോക്കുന്ന കാര്യമല്ല, കണ്ണുകൊണ്ട് നോക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നീ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നീ അവർക്ക് മനസ്സമാധാനം കൊടുക്കണം. അതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലല്ലോ ഈ മാഷിമാരിങ്ങനെയാ, കണ്ടാ തുടങ്ങുക അപ്പോ ഉപദേശം. ഉമ്മ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഉപദേശിക്കുന്നൊക്കെ കൊള്ളാം. എൻ്റെ ഒരു ചെറുക്കനുണ്ടല്ലോ ഒരുത്തൻ, ഒരു ഇനാസ്, അവൻ എങ്ങനെയുണ്ട് പഠിത്തത്തിൽ? നല്ല ചോദ്യം, ചോദിക്കാൻ പറ്റിയ ചോദ്യം. എടാ നിനക്ക് നാണമില്ലേ ഇത് എന്നോട് ചോദിക്കാൻ? എടാ ഇതൊന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അതിനുള്ളൊരു അന്തരീക്ഷം, പഠിക്കാൻ ഒരു മനസ്സമാധാനം, അത് നീ ആ കുടുംബത്തിൽ ആ പയ്യന് കൊടുക്കുന്നുണ്ടോടാ? മനസ്സമാധാനത്തിന്റെ കാര്യം, അതിനു മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവൻ എന്നാത്തിന്റെ കുറവാണ് മാഷ് പറഞ്ഞ്? എന്നാത്തിന്റെ കുറവെന്നാ? അവന് ഉടുപ്പിനുടുപ്പ്, ഭക്ഷണത്തിന് ഭക്ഷണം, പുസ്തകത്തിന് പുസ്തകം, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു തങ്കച്ച, ഒരു പയ്യന് പഠിക്കാൻ ഇതൊക്കെ മതിയോ? അവന് വേണ്ടത് മനസ്സമാധാനമല്ലേ, പഠിക്കാൻ വേണ്ട നല്ലൊരു അന്തരീക്ഷമല്ലേ, അത് നീ ആ വീട്ടിൽ ആ പയ്യന് കൊടുക്കുന്നുണ്ടോ? മനസ്സമാധാനം അത് കിട്ടാൻ വേണ്ടി ആ മാഷേ ഈ തങ്കനെന്നും വൈകിട്ട് ഉച്ച മയമ്പങ്ങുമ്പോ കുറച്ച് മോന്തുന്നത്. ആ എടാ ഇതൊന്നും അല്ല ശരിക്കുള്ള മനസ്സമാധാനം. നീ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. നീ എല്ലാം ചുമ്മാ ഞാൻ പറയുന്നത് എടുക്കുക, അങ്ങനെയല്ല. എടാ ശരിക്കുള്ള മനസ്സമാധാനം എന്താണെന്ന് നിനക്കറിയാവൂ? പകലന്തിയോളം പണിയെടുത്ത് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിന്റെ ഭാര്യയുടെ, നിന്റെ മക്കളുടെ അവിടെ സന്തോഷമില്ലേ, അത് കാണുമ്പോൾ കിട്ടുന്നതാ ശരിക്കുള്ള മനസ്സമാധാനം. അച്ഛാ മാഷ് കേട്ടോ, എന്നെ ആരോ വിളിച്ചു. നമ്മുടെ അച്ഛൻ്റെ ഒച്ച പോലെ എനിക്ക് തോന്നി. അതെ തങ്കച്ച, നീ പറയുന്നത് കേൾക്കാൻ ആരൊക്കെയുണ്ട് ഈ സമൂഹത്തിൽ? നീ അത് തിരിച്ചറിയണം. നീ പറയുന്നത് കേൾക്കാനും ചെയ്യാനും ആഗ്രഹമുള്ളവർ പലരും ഉണ്ട്. നീ അവരെയെല്ലാം മനസ്സിലാക്കണം. മാഷ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാഷേ. ഇപ്പൊ എന്താ ഞാൻ വേണ്ടത്? നല്ലൊരു മനുഷ്യനാവും. അതെ, ഞാനും ആവും നല്ലൊരു പുതിയ മനുഷ്യൻ. എനിക്ക് എൻ്റെ കുടുംബത്തെ നന്നായിട്ട് പോറ്റണം. മാഷ് പറയുന്നത് ശരിയാണെന്ന് എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തോന്നല്. എന്നാ ശരി സാറേ. മതിയാക്കുന്നതിന്റെ ഉപദേശങ്ങൾ, അതിനിവിടെ എന്ത് പ്രസക്തി? ഈ ലോകം എന്റേതാണ്, ഞാൻ തീരുമാനിക്കും ഇവൻ എന്ത് ചെയ്യണമെന്ന്. ലഹരിയുടെ വല കൈ നെയ്ത് ഒരു ചിലന്തിയെ പോലെ ഞാൻ കാത്തിരിക്കും. കഥകൾ ഞാൻ കുഴലൂത്തുകാരനെ പോലെ ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ നയിക്കും എന്റെ ലോകത്തേക്ക്. വേണോ കുറച്ച് ഒരു ചെറുതുള്ളി മതി. ഈ സിറിഞ്ചിന് മുന്നിൽ ഒരു ചുംബനം പോലും നിങ്ങളെ മായികമായ ലോകത്തേക്ക് നയിക്കും. നീ എന്താ ഇവിടെ? നീ എന്തിനിവിടെ വന്നു? കടക്ക് പുറത്ത്. എന്താ സുഹൃത്തെ, ഈ കണ്ണുകളെ കൊന്ന് നോക്കൂ. വാ, എന്നിലേക്ക് വാ. ഒരു നൊടികളെ കൊണ്ട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം. ചരസ്, കഞ്ചാവ് ഏത് നേടണമെന്ന് പറഞ്ഞാ മതി. ആരുമില്ലേ ഈ സമൂഹത്തിൽ? ലഹരിക്കെതിരായി പോരാടുവാൻ ആരുമില്ലേ? ആര് നിൽക്കും എൻ്റെ കൂടെ? ഈ സമൂഹം ഇങ്ങനെ പോയാൽ മതിയോ? നമുക്ക് ഇതിനൊരു അറുതി വേണ്ടേ? ആര് നിൽക്കും എൻ്റെ കൂടെ? പറയൂ, ആര് നിൽക്കും എൻ്റെ കൂടെ? ഞാനുണ്ട് മാഷേ, ഞാനുണ്ട് മാഷേ, ഞാനുണ്ട് മാഷിന് കൊടുത്ത് നിൽക്കാൻ. ഞാനുണ്ട് മാഷേ, ഞാനുണ്ട്. എനിക്കൊരു പഴയ ജീവിതം ഉണ്ടായിരുന്നു, എൻ്റെ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ നിറഞ്ഞൊരു ജീവിതം. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, ഇപ്പോൾ എനിക്കൊരു പുതിയ ജീവിതമാണ്. ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്.
മാഷിന്റെ കൂടെ നിൽക്കും. എപ്പോഴും എപ്പോഴും നിൽക്കും. ഈ ലഹരിക്കെതിരെ പോരാടാൻ ഞാൻ നിൽക്കും മാഷേ, ഞാൻ നിൽക്കും.